ഒരു ക്രിപ്റ്റോ സിസ്റ്റം എന്താണെന്ന് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ സിസ്റ്റംസ് പരിചയപ്പെടാം. ആദ്യത്തെ ക്രിപ്റ്റോ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് ഷിഫ്റ്റ് സൈഫറാണ്. ഷിഫ്റ്റ് സൈഫറിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് അവിടെ ആവശ്യമായ നിങ്ങൾ ഓൾറെഡി UG 6th സെമ്മിൽ നമ്പർ തിയറിയിൽ പഠിച്ച കോൺഗ്രൻസ് റിലേഷനെ കുറിച്ചുള്ള ബേസിക് ഐഡിയാസ് ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. എയും ബിയും രണ്ട് ഇൻറ്റിജേഴ്സ് ആണെന്നും എം ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്നും അസ്യൂം ചെയ്യുന്നു. ദെൻ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ്ലോ എം എന്ന് പറയണമെങ്കിൽ എം എ മൈനസ് ബിയെ ഡിവൈഡ് ചെയ്യണം. അതായത് എ മൈനസ് ബിയുടെ ഒരു ഫാക്ടർ ആയിരിക്കണം എം. അതിന് സിംബോളിക്കലി ഇതുപോലെയാണ് എഴുതുക. അത് റീഡ് ചെയ്യുന്നത് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ്ലോ എം എന്നാണ്. ഇവിടെ പോസിറ്റീവ് ഇൻറ്റിജർ എമ്മിനെ മോഡ്ലെസ് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം ഒരു ഇൻറ്റിജർ സിയെ പോസിറ്റീവ് ഇൻറ്റിജർ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സി ഈക്വൽ ടു ക്യൂ ഡി പ്ലസ് ആർ വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി മൈനസ് 1. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ രണ്ട് ഇൻറ്റിജേഴ്സ് ക്യൂ ആൻഡ് ആർ കണ്ടുപിടിക്കുവാൻ സാധിക്കുമെന്ന്. ഇതാണ് ഡിവിഷൻ ആൽഗരിതത്തിൽ പറയുന്നത്. ആറാണ് ഇവിടുത്തെ റിമൈൻഡർ, അതുപോലെ ക്യൂ ആണ് കോഷ്യൻ്റ്. ഡി സിയുടെ ഒരു ഫാക്ടർ ആണെങ്കിൽ ആർ 0 ആയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് ഇൻറ്റിജേഴ്സിനെയും പോസിറ്റീവ് ഇൻറ്റിജർ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് എനെയും ബിനെയും എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കോഷ്യൻസും റിമൈൻഡേഴ്സും നമുക്ക് കിട്ടും. രണ്ട് കേസിലും റിമൈൻഡേഴ്സ് 0യ്ക്കും m-1നും ഇടയിലായിരിക്കും. ലെറ്റ് എ ഈക്വൽ ടു Q1 ഇൻറ്റു എം പ്ലസ് R1 ആൻഡ് ബി ഈക്വൽ ടു Q2 ഇൻറ്റു എം പ്ലസ് R2 വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m-1 ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m-1. ദെൻ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ്ലോ എം ആവണമെങ്കിൽ എ മൈനസ് ബി എമ്മിൻ്റെ മൾട്ടിപ്പിൾ ആവണം. എ മൈനസ് ബി ഈക്വൽ ടു Q1 മൈനസ് Q2 ഇൻറ്റു എം പ്ലസ് R1 മൈനസ് R2 ആയതുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്യണമെങ്കിൽ R1 മൈനസ് R2 എമ്മിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. ബട്ട് R1 ആൻഡ് R2 ലെസ് ദാൻ എം ആയതുകൊണ്ട് R1 മൈനസ് R2 ഈക്വൽ ടു 0 ആയാൽ മാത്രമേ എ മൈനസ് ബി എമ്മിൻ്റെ മൾട്ടിപ്പിൾ ആവൂ. അതായത് R1 ഈക്വൽ ടു R2 ആണെങ്കിൽ. അതുപോലെ തിരിച്ച് R1 ഈക്വൽ ടു R2 ആണെങ്കിൽ എ മൈനസ് ബി എമ്മിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ്ലോ എം ഇഫ് ആൻഡ് ഓൺലി ഇഫ് R1 ഈക്വൽ ടു R2. നമ്മളിവിടെ എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡറിനെ ഡിനോട്ട് ചെയ്യുവാൻ ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ടുള്ള എ മോഡ് എം എന്നുള്ള നൊട്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ R1നെ എ മോഡ് എം എന്നും R2വിനെ ബി മോഡ് എം എന്നും ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ മുകളിൽ പറഞ്ഞ റിസൾട്ട് നമുക്കിതുപോലെ റീസ്റ്റേറ്റ് ചെയ്യാം. എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ്ലോ എം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ മോഡ് എം ഈക്വൽ ടു ബി മോഡ് എം. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. 101 മോഡ് 7 കമ്പ്യൂട്ട് ചെയ്യുവാൻ വേണ്ടി ഡിവിഷൻ ആൽഗരിതം അപ്ലൈ ചെയ്ത് 101 ഈക്വൽ ടു 14 ഇൻറ്റു 7 പ്ലസ് 3 ഈ ഫോമിൽ എഴുതുന്നു. സോ 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള കോഷ്യൻ്റ് 14ഉം റിമൈൻഡർ 3യുമാണ്. സോ 101 മോഡ് 7 ഈക്വൽ ടു 3. ഇനി നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കേസ് എടുക്കാം. -101 മോഡ് 7 കമ്പ്യൂട്ട് ചെയ്യാം. -101 ഈക്വൽ ടു -15 ഇൻറ്റു 7 പ്ലസ് 4 ആണ്. ഇവിടെ റിമൈൻഡർ 4, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആയതുകൊണ്ട് -101 മോഡ് 7 ഈക്വൽ ടു 4. പല കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലും എ മോഡ് എം എയുടെ സെയിം സൈനിലുള്ളതായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അത്തരം കേസുകളിൽ റിമൈൻഡർ -m പ്ലസ് 1 മുതൽ m-1 വരെയുള്ള റേഞ്ചിലായിരിക്കും. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിളിൽ എയുടെ സൈൻ നെഗറ്റീവാണ്. -101 ആയിരുന്നു നമ്പർ. ഇപ്പോൾ പറഞ്ഞ വിധത്തിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ -101 മോഡ് 7ൻ്റെ വാല്യൂ -3 ആയിരിക്കും. ആക്ച്വൽ റിമൈൻഡർ ആയ 4ൽ നിന്നും 7 സബ്സ്ട്രാക്ട് ചെയ്താൽ ഇത് നമുക്ക് കിട്ടും. ബട്ട് നമ്മളിവിടെ 0 to m-1 ഈ റേഞ്ചിലുള്ള റിമൈൻഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അരിത്തമെറ്റിക് മോഡ്ലോ എം ഡിഫൈൻ ചെയ്യുന്നു. ഇത് ഓൾറെഡി ഓൾജിബ്രയിൽ UG ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ZM എന്നുള്ള സെറ്റ് 0 മുതൽ m-1 വരെയുള്ള ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ. ഈ സെറ്റിൽ രണ്ട് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുന്നു, അഡീഷൻ മോഡ്ലോ എമ്മും മൾട്ടിപ്ലിക്കേഷൻ മോഡ്ലോ എമ്മും. ഈ രണ്ട് ഓപ്പറേഷൻസും റെസ്പെക്റ്റീവ്ലി യൂഷ്വൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങൾ UG ക്ലാസ്സുകളിൽ യൂസ് ചെയ്തിരുന്ന നൊട്ടേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ZMലുള്ള ഈ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും റിയൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഡിഫറൻസ് ഉള്ളത് റിസൾട്ടിംഗ് നമ്പർ മോഡ്ലോ എമ്മിലേക്ക് റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്.
സോ ആൻസർ 0ക്കും m-1നും ഇടയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ Z16ൽ നമുക്ക് 11 × 13 ഇവാലുവേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്താൽ നമുക്ക് 11 × 13 = 143 എന്ന് കിട്ടും. ദെൻ റിസൾട്ടിംഗ് നമ്പറിനെ മോഡുലോ 16ലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. 143 = 8 × 16 + 15 ആണ്. സോ 143 mod 16 = 15. സോ Z16ൽ 11 × 13 15 ആണ്. ഇതുപോലെ തന്നെയാണ് അഡീഷൻ്റെ കേസിലും. Z16ൽ 11 + 13 8 ആണ്. ZMൽ ഡിഫൈൻ ചെയ്ത അഡീഷനും മൾട്ടിപ്ലിക്കേഷനും താഴെ പറയുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവയുടെ പ്രൂഫ് നമുക്ക് പഠിക്കുവാനില്ല. നിങ്ങൾ UG ക്ലാസ്സുകളിൽ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഈ റിസൾട്ടുകളെല്ലാം. ഫസ്റ്റ് വൺ, അഡീഷൻ ഈസ് ക്ലോസ്ഡ്. ദാറ്റ് ഈസ് ഫോർ എനി A, B belongs to Zm, A + B belongs to Zm. അതായത് ZMലെ ഏത് രണ്ട് എലിമെൻറ്റ്സ് എടുത്ത് മോഡുലാർ എമ്മിലുള്ള അഡീഷൻ പെർഫോം ചെയ്താൽ അതിൻ്റെ ആൻസർ ZMലെ തന്നെ ഒരു മെമ്പർ ആയിരിക്കും. സെക്കൻഡ് വൺ, അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ദാറ്റ് ഈസ് ഫോർ എനി A, B belongs to Zm, A + B = B + A. തേർഡ് വൺ, addition is associative. That is for any A, B, C belongs to Zm, A + B + C = A + B + C. Fourth one, 0 is an additive identity. That is for any A belongs to Zm, A + 0 = 0 + A = A. ഇവിടെ 0യ്ക്ക് പകരം എമ്മിൻ്റെ ഏത് മൾട്ടിപ്പിൾ ചൂസ് ചെയ്താലും ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ബട്ട് 0 ഒഴികെ ബാക്കി എമ്മിൻ്റെ മൾട്ടിപ്പിൾസ് ഒന്നും Zmൽ ഉണ്ടായിരിക്കുകയില്ല. സോ 0യാണ് Zmലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഫിഫ്ത്ത് വൺ, ദി അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എനി A belongs to Zm ഈസ് m-A. ദാറ്റ് ഈസ് A + m-A = m-A + A = 0 ഫോർ എനി A belongs to Zm. Zmലുള്ള എല്ലാ എലിമെൻറ്റ്സിനും അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് m-A ആണ്. 0യുടെ കേസിൽ m-0 m ആണ്. അത് Zmലെ മെമ്പർ അല്ല. ബട്ട് m mod m = 0 സോ 0യുടെ Zmലെ അഡിറ്റീവ് ഇൻവേഴ്സ് 0 തന്നെയാണ്. സിക്സ്ത് വൺ, മൾട്ടിപ്ലിക്കേഷൻ ഈസ് ക്ലോസ്ഡ്. ദാറ്റ് ഈസ് ഫോർ എനി A, B belongs to Zm, A × B belongs to Zm. സെവൻത്ത് വൺ, മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ദാറ്റ് ഈസ് ഫോർ എനി A, B belongs to Zm, A × B = B × A. എയ്ത്ത് വൺ, മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. That is for any A, B, C belongs to Zm, A, B × C = A × BC. Ninth one, 1 is a multiplicative identity. That is for any A belongs to Zm, A × 1 = 1 × A = A. And 10th one, the distributive property is satisfied. That is for any A, B, C belongs to Zm, A + B × C = AC + BC. and A × B + C = AB + AC. ഇതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാതിരുന്നത്. പ്രോപ്പർട്ടീസ് 1, 3, 4 and 5 കമ്പൈൻ ചെയ്താൽ Zm അണ്ടർ അഡീഷൻ ഒരു ഗ്രൂപ്പാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടി ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് Zm അണ്ടർ അഡീഷൻ ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. ഇവിടെ അഡീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡീഷൻ മോഡുലോ m ആണ്. Zm അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഒരു റിംഗ് ആവാനുള്ള കണ്ടീഷൻസ് ആണ് 1 മുതൽ 10 വരെയുള്ള പ്രോപ്പർട്ടീസ്. സോ Zm ഒരു റിംഗ് ആണ്. Zmലെ എല്ലാ എലിമെൻറ്റ്സിനും അഡിറ്റീവ് ഇൻവേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് Zmൽ എലിമെൻറ്റ്സ് സബ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. ഫോർ എനി A, B belongs to Zm, A - B in Zm is defined to be A - B mod m. സാധാരണ പോലെ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്തിട്ട് റിസൾട്ടിങ് ആൻസറിനെ മോഡുലോ എമ്മിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ Z31ൽ 11 - 18 നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ആദ്യം യൂഷ്വൽ മാനറിൽ 18 11ൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുന്നു. റിസൾട്ടിങ് ആൻസർ -7 ആണ്. അത് Z31ലെ ഒരു മെമ്പർ അല്ല. Z31ലെ മെമ്പേഴ്സ് 0 മുതൽ 30 വരെയുള്ള ഇൻറ്റിജേഴ്സ് ആണ്. സോ -7നെ മോഡുലോ 31ലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. അതിനുവേണ്ടി റിസൾട്ടിങ് സമ്മ് 0ക്കും 30ക്കും ഇടയിലുള്ള നമ്പർ ആവുന്ന വിധത്തിൽ -7ൻ്റെ കൂടെ 31ൻ്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താൽ മതി. -7 + 31 = 24. അത് Z31ലെ ഒരു മെമ്പറാണ്. സോ -7 mod 31 = 24. സോ Z31ൽ 11 - 18 24 ആണ്. ഇതുപോലെയാണ് Zmൽ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുന്നത്.